ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. എല്ലാവരും കഥകളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ നമുക്ക് സ്കന്ധം 3 17ാമത്തെ കഥ വായിക്കാം. മൈത്രേയൻ്റെ പ്രാർത്ഥന. ഹരിദ്വാരത്തിലെ മൈത്രേയ മഹർഷിയുടെ ആശ്രമം. കുരുശ്രേഷ്ഠനും അച്യുതഭക്തനുമായ വിദുരർ അവിടെ എത്തിച്ചേർന്നു. സന്തോഷവാനും ജ്ഞാനിയുമായ മഹർഷി വിദുരരെ സ്വീകരിച്ചു. മനുഷ്യർ സുഖത്തിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് സുഖം ലഭിക്കുന്നില്ല, ദുഃഖവും. പക്ഷേ കർമ്മം ആവർത്തിക്കപ്പെടുമ്പോൾ കൂടുതൽ ദുഃഖമുണ്ടാകുന്നതു കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വിദുരർക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല. മഹർഷിയോട് സംശയങ്ങൾ ആരാഞ്ഞു. ദുഃഖം അകറ്റുന്നതിനും ദുഃഖിതരെ അനുഗ്രഹിക്കുന്നതിനും വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യർ അധർമ്മികളും ഭഗവാനിൽ നിന്ന് വിമുഖരുമാകുമ്പോഴാണ് കൂടുതൽ ദുഃഖിതരാകുന്നത്. അവരെ അനുഗ്രഹിക്കുന്നതിനും നേർവഴിക്ക് നയിക്കാനും വേണ്ടിയാണ് ഭഗവാന്റെ ഭക്തന്മാരായ മഹത്തുക്കൾ ലോകത്തിൽ സഞ്ചരിക്കുന്നത്. ഭഗവാനെ ഏതു മാർഗത്തിലൂടെ ആരാധിക്കണം? ഭക്തിയോടെ എങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിക്കും? ആധ്യാത്മിക ജ്ഞാനം തെളിയാൻ എന്തു ചെയ്യണം? ഇവ ഓരോന്നും വിസ്തരിച്ചു തന്നെ മഹർഷി വിദുരർക്ക് ഉപദേശിച്ചു. പല പ്രാവശ്യവും വ്യാസമുനിയിൽ നിന്നും വർണ്ണധർമ്മങ്ങളെപ്പറ്റി കേട്ടിട്ടുള്ളതിനാൽ അവയെക്കുറിച്ച് കൂടുതലൊന്നും വിദുരർക്ക് അറിയണമെന്ന് ഇല്ലായിരുന്നു. ശ്രീകൃഷ്ണ കഥകൾ കേൾക്കുന്നതിനും സ്തോത്രങ്ങൾ ചൊല്ലുന്നതിനും മാത്രമേ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് സമ്പാദിച്ച ആനന്ദം എല്ലാ ദുഃഖങ്ങളെയും അകറ്റുന്നു. എന്നാൽ പാപഭാരം കൊണ്ട് ഭക്തിയിൽ നിന്ന് അകന്നുപോയവരോ ഭഗവാൻ അവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കാതെ നശിപ്പിക്കുന്നു. ഭഗവത് സ്മരണ കൊണ്ട് പരമാനന്ദം അനുഭവിക്കുന്ന മനുഷ്യന് എല്ലാ ക്ലേശങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. മാണ്ഡവ്യമുനിയുടെ ശാപമേറ്റ് യമധർമ്മൻ വേദവ്യാസപുത്രനായ വിദുരനായി ജനിച്ചു. തന്മൂലം വിദുരൻ ഭഗവാന് പ്രിയപ്പെട്ടവനാകുന്നു. സൃഷ്ടിക്കു മുൻപ് ഭഗവാൻ ഏകനാണ്. ജീവന് ശരീരകൽപ്പന ചെയ്യുന്നതാണ് സൃഷ്ടി. ഭഗവാൻ സർവാത്മാവും സർവർക്കും സ്വാമിയുമാണ്. ഏകനായി പ്രകാശിക്കുന്ന ജ്ഞാനമൂർത്തി തൻ്റെ മായാവൈഭവം കൊണ്ട് തന്നിൽ ലയിച്ചു കിടക്കുന്ന കാലത്തെ വിളിച്ചുണർത്തി. കാലപ്രേരിതമായ മായയിൽ നിന്ന് മഹത്വമുണ്ടായി. മഹത്വം തന്നിലുള്ള വിശ്വത്തെ പ്രകാശിപ്പിച്ചു. മഹത്വത്തിൽ നിന്ന് അഹം തത്വം ഉണ്ടായി. അഹങ്കാരം 3 വിധത്തിലുണ്ട്. അവ സ്വാത്വികം, രാജസം, താമസം ഇവയാണ്. സ്വാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സും ദേവതകളും ഉത്ഭവിച്ചു. രാജസത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി. താമസത്തിൽ നിന്ന് ഭൂതസൂക്ഷ്മമായ ശബ്ദങ്ങളിലൂടെ ആകാശാദിഭൂതങ്ങൾ പരിണമിച്ച് ആകാശമുണ്ടാകുന്നു. ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രമായി തീർന്ന് ആകാശത്തുണ്ടാകുന്ന ചലനങ്ങളെ കാലം, മായ, ചിതാഭാസം എന്നിവയുടെ സഹായത്തോടെ രൂപപ്പെടുത്തി വായുവിനെ സൃഷ്ടിച്ചു. അതിനുശേഷം നഭസ്സിനോട് ബന്ധപ്പെട്ട് അനിലനും വായുവിനോടുകൂടിയ തേജസ്സിൽ നിന്ന് ജലവും അതിൽ നിന്ന് ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടികൾക്ക് ശേഷം ലോകത്തിലെ ആധ്യാത്മിക താപത്രയത്താൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ശാന്തി ലഭിക്കുവാൻ കഴിയാതെ വന്നു. അപ്പോൾ അവർ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു, ആശ്രയിക്കുന്നു. ഭഗവാന്റെ പാദപത്മങ്ങളിൽ ശരണം പ്രാപിച്ചാൽ എല്ലാ കുറവുകളും നികത്തി ജ്ഞാനം നേടി ധീരതയോടെ മുന്നോട്ടു പോകുവാനാകും. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി അവതാരമെടുത്ത് ലീലയാടുന്ന ഭഗവാനെ എല്ലായ്പ്പോഴും സ്മരിക്കുക. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ചിന്ത വെടിഞ്ഞ് ഭഗവാനെ ഭജിക്കുക. ഭഗവാനോടുള്ള ഭക്തി വർദ്ധിച്ചാൽ നമ്മൾ പരിശുദ്ധരായിത്തീരും. അവർ ജ്ഞാനം നേടി അനായാസേന അനശ്വരമായ സ്ഥാനം പ്രാപിക്കുന്നു. ജ്ഞാനയോഗികൾ യോഗബലത്താൽ പ്രകൃതിയെ ജയിച്ച് ധീരന്മാരായി ഭഗവാനെ സ്മരിച്ച് മുക്തി നേടുന്നു. അങ്ങയെ പൂജിക്കുന്നതിനും ദൈനംദിന കാര്യങ്ങൾ വിഘ്നം കൂടാതെ നടക്കുന്നതിനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. മൈത്രേയ മുനി പ്രാർത്ഥിച്ചു. ഹരേ കൃഷ്ണ. അപ്പം എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഭഗവാന്റെ നാമങ്ങൾ 108 പ്രാവശ്യം ഒരു ദിവസം ജപിക്കാനായിട്ട് ശ്രമിക്കണം. എത്ര വലിയ ദുഃഖങ്ങളുണ്ടെങ്കിലും നമുക്കതൊക്കെ മാറി ഭഗവാൻ ഒരു
പ്രത്യേകതരം ഒരു ആനന്ദം നമുക്ക് പ്രദാനം ചെയ്യും. അത് നമ്മൾ ജപിച്ച് അതിലോട്ട് ഒരു ഇഷ്ടം നമുക്ക് വരും. ആദ്യം ജപിക്കുമ്പോഴൊന്നും നമുക്കത്ര ഒരു കോൺസെൻട്രേഷൻ കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഒരുപാട് ദിവസങ്ങളിരുന്ന് നമ്മൾ ആദ്യം കുറച്ച് ജപിക്കുക. പിന്നീട് അത് നമ്മൾ പണിയെടുക്കുമ്പോഴും നടക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ ജപിച്ചുകൊണ്ടിരിക്കുക മനസ്സിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മുടെ മനസ്സിലൊരു ആനന്ദം നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അത് നമുക്കിപ്പോൾ ഒരാൾ പറഞ്ഞു തന്നാൽ നമുക്കത് അനുഭവിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ, എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയണത്. ഞാനൊരു ദിവസം ഒരു 24 റൗണ്ടൊക്കെ ജപിക്കുന്നുണ്ട്. അപ്പോൾ അതിന്ന് ചിലപ്പോൾ നമുക്ക് ഫുൾ ടൈം അത് കോൺസെൻട്രേഷനോട് കൂടി ജപിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിങ്ങനെ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ വേറൊരു ഭൗതികമായ ഒരു പാട്ടുകളോ അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും നമ്മുടെ നാവ് അങ്ങോട്ട് പോവില്ല. എപ്പോഴും വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് ഹരേ കൃഷ്ണ മന്ത്രം തന്നെ നമ്മുടെ നാവിൽ വരും. അതുകൊണ്ട് നമുക്കൊരു ദുഃഖങ്ങളോ വേറെ ഒന്നും നമ്മൾ അലട്ടില്ല. എപ്പോഴും നമ്മുടെ മനസ്സ് ഒരു ശാന്തമായ നദി കണ്ടിട്ടില്ലേ, അതേപോലെ ആയിരിക്കും. അപ്പോൾ ഒരു സന്തോഷം, അത് നമുക്ക് ആരോടത്തും നമുക്ക് വിവരിക്കാൻ പറ്റാത്ത തരം ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ എപ്പോഴും അനുഭവപ്പെടും. അതിന് നമ്മൾ എപ്പോഴും ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക കഴിയുമ്പോഴൊക്കെ. ഹരേ കൃഷ്ണ. അപ്പോൾ നാളെ നമുക്ക് വേറൊരു കഥയുമായിട്ട് കണ്ടുമുട്ടാം. ഹരേ കൃഷ്ണ.